ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നീരുദോശ. നീരുദോശയ്ക്ക് കോമ്പിനേഷനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു മീൻകറിയുടെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. ഇപ്പോൾ ചിലവർക്കൊക്കെ രാവിലെ ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. നെഞ്ചരിച്ചിൽ ഗ്യാസ്ട്രിക് ഉള്ളവർക്കൊക്കെ ഉഴുന്നിൻ്റെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നീരുദോശ. നമുക്ക് ഇത് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. രാത്രിയിൽ അരി കുതിർക്കുക, രാവിലെ അരച്ച് പെട്ടെന്ന് നീരുദോശ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നീരുദോശയായിരുന്നു ഉണ്ടാക്കി. അപ്പോൾ ഇന്നലെ രാത്രിയിൽ 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി കുതിരാനായിട്ട് ഇട്ടിരുന്നു. ഇപ്പോൾ രാവിലെ ആയപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഈ പച്ചരിയെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ പച്ചരിയും ഉപ്പും വെള്ളവും മാത്രം അരച്ച് നീരുദോശ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ കുറച്ച് തേങ്ങ കൂടെ കൂട്ടി അരച്ചാലും ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അപ്പം ഞാനിപ്പം അരിയുടെ കൂടെ 1 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നീരുദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളിത് ഫോൾഡ് ചെയ്ത് മടക്കി വെച്ച് കഴിയുമ്പോൾ അത് ഒന്നിലൊന്നിന് ഒട്ടും. അങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അരി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ 1 സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് അരയ്ക്കണം. അപ്പോൾ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ചില അരിക്ക് പശ ഉണ്ടാവും, അപ്പോൾ അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഈ അരി നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് കണ്ട ഞാനിപ്പം ഫസ്റ്റ് ബാച്ച് 2 ബാച്ചായിട്ടാണ് ഞാൻ അരി അരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് അരച്ചു. ഒട്ടും തരിയില്ലാതെ വേണം കേട്ടോ നമ്മൾ അരയ്ക്കാനായിട്ട്. അരച്ച് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാവ് മാറ്റി കൊടുക്കാം. ഇനി രണ്ടാമത്തെ ബാച്ചും കൂടെ നമുക്ക് അരച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഞാനിപ്പം അരിയെല്ലാം അരച്ച് ഇതുപോലെ പാത്രത്തിലേക്ക് ആക്കി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. 2 ബാച്ചായിട്ടാണല്ലോ നമ്മൾ അരച്ചത്. ആദ്യത്തെ ബാച്ചിൽ മാത്രമാണ് തേങ്ങയും വെളിച്ചെണ്ണയും നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി രണ്ടാമത്തെ ബാച്ചും അരച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ആ വെള്ളം നമ്മൾ ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കിയിട്ട്. ചില അരിക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും, ചില അരിക്ക് അത്ര തന്നെ വേണ്ടി വരികയില്ല. അപ്പോൾ ഇങ്ങനെ തവിയിൽ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം വെള്ളം വേണമെന്ന്. ഇപ്പോൾ ഇത് ഇച്ചിരി തിക്നെസ് കൂടുതൽ, അപ്പോൾ കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മൊത്തത്തിൽ ഞാൻ 2 കപ്പ് അരിയാണ് കുതിർക്കാനിട്ടത്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഉപ്പൊന്ന് നമുക്ക് നോക്കാം. ഉപ്പ് അരയ്ക്കാൻ നേരത്ത് ചേർത്തായിരുന്നു, വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് പാൻ നന്നായിട്ട് ചൂടാവണം. ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് നീരുദോശയുടെ മാവ് ഇതുപോലെ പാലിലേക്ക്, ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു പാനാണ് എടുത്തിരുന്നത്. അല്ല സാധാരണ ദോശക്കല്ലിൽ നമുക്ക് നീരുദോശ ഉണ്ടാകും. ഇതാകുമ്പോൾ നമുക്കൊന്ന് ചുറ്റിക്കാനൊക്കെ എളുപ്പമാകില്ല. അത് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു പാൻ എടുത്തത്. എന്നിട്ട് നമ്മളിപ്പോൾ 1.5 തവി മാവ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് ഒന്ന് മൂടി വെച്ച് ഒരു 2-3 സെക്കൻഡ് മതി. അപ്പോഴത്തേനും നമ്മുടെ നീരുദോശ റെഡിയായി. ഇത് കണ്ടോ, നീരുദോശ റെഡിയായി. എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് ഇതൊന്ന് തണുക്കണം. തണുത്തിട്ട് വേണം നമ്മളിത് ഫോൾഡ് ചെയ്ത് അല്ലെങ്കിൽ മടക്കി ഒന്ന് എടുത്ത് വെക്കാനായിട്ട്. ഇപ്പോൾ നീരുദോശ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, എന്ത് നല്ല അടിപൊളി നീരുദോശ റെഡിയായി. ഇനി ഇതുപോലെ നമുക്ക് 4ആയിട്ട് മടക്കി എടുത്ത് വെക്കാം. കണ്ടോ, സൂപ്പറായിട്ടുള്ള നീരുദോശ റെഡിയായി. ഇനി നമുക്ക് നീരുദോശയ്ക്ക് കോമ്പിനേഷനായ നല്ല അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പി കണ്ടു നോക്കാവേ. ഞാനിവിടെ മീനൊക്കെ ക്ലീൻ ചെയ്തൊരു ചട്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കിളിമീൻ ഇവിടെ മംഗലാപുരത്തൊക്കെ ഇതിന് മധുമാട് മീൻ എന്ന് പറയും. ഇതിനൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അത് ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 കുരുമുളക്, ഒരു കുറച്ച് ഉലുവ. ആദ്യമേ ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാവട്ടെ. ഇത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഇതുകൊണ്ട് ഇതൊക്കെ ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതി, ഒത്തിരി അങ്ങ് ഫ്രൈ ആവണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. മുളക് ഇതുപോലത്തെ മുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. മുളകും മല്ലിയൊക്കെ കൂട്ടി അരയ്ക്കുമ്പോൾ കറിക്ക് നല്ല ഒരു ഗ്രേവി നല്ല തിക്കായിരിക്കും. ഇനി ഇതെല്ലാം ലൈറ്റായിട്ടൊന്ന് വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തക്കാളി എടുത്ത് വെച്ചിരുന്നല്ലോ, ആ തക്കാളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ, അധികം തേങ്ങയില്ല, കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന തേങ്ങ കൊത്തുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ്
തക്കാളിയുടെ വെള്ളത്തിലൊക്കെ ഒന്ന് വാടി ഒന്ന് വെന്ത് കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റവിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി മീൻകറി വെക്കാനായിട്ട് ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും പിന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയും കടുകും നന്നായിട്ടൊന്ന് പൊട്ടണം. പൊട്ടിക്കഴിയുമ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കരിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആദ്യം ഞാൻ കരിവേപ്പില ഇട്ടു, പച്ചമുളകും ഇട്ടു. എന്നിട്ട് ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഒന്ന് വാടി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുകൊണ്ട് മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറൊക്കെ കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറുകിയ കറി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ആദ്യം തന്നെ നമ്മൾ കുറച്ച് പുളി കഴുകി വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു. കുടംപുളിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം കുടംപുളി ഇല്ലാത്തവർ നമ്മൾ മസാല അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ വാളംപുളി ചേർത്ത് അരച്ചാലും മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആദ്യം തന്നെ നമ്മൾ പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ച കാരണം പെട്ടെന്ന് പുളിയൊക്കെ ഇറങ്ങും. ഇതുപോലെ മൂടി വെച്ചൊന്ന് തിളപ്പിക്കണം. ഈ കറി ഇപ്പം ഇത് കണ്ടോ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഈ കിളിമീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നടുക്ക് ഓരോ കട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിക്ക് മീനിൻ്റെ അകത്തൊക്കെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതുപോലെ മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനി ലൈറ്റായിട്ടൊന്ന്, അധികം മീൻകറി നമ്മളിങ്ങനെ ഇളക്കരുത്, ലൈറ്റായിട്ട് ആ ചാറിലേക്ക് നമ്മുടെ മീനൊക്കെ ഒന്ന് മുങ്ങുന്ന പോലെ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് കറി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് കണ്ടോ കറി നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറിയൊക്കെ നന്നായി തിളച്ച് ഒത്തിരി നേരമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി ഇവിടെ റെഡിയാകും. ഇനി നമ്മുടെ മീൻകറിക്ക് നല്ല ടേസ്റ്റ് കൂടാനായിട്ട് എൻ്റെ വീട്ടിലെ മമ്മിയൊക്കെ ചെയ്യുന്ന ചെറിയൊരു ടിപ്പാണ്. മീൻകറിയുടെ മുകളിലേക്ക് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില തണ്ടോടുകൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ, സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ഈ പ്രൊസീജിയർ ചെയ്യാനായിട്ട്. നല്ല കരിവേപ്പില വെച്ചിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതുപോലെ മീൻകറിയുടെ മേളിൽ കൂടെ ഒഴിച്ചിട്ട് മൂടി വെച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി മീൻകറി റെഡിയായി. നമ്മുടെ നീരുദോശയും റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇന്നലെ വെച്ച മീൻകറി, ഞാൻ ഈ മീൻകറി ഇന്നലെയാണ് വെച്ചത്. തലേദിവസത്തെ മീൻകറിയും പിന്നെ രാവിലെ നീരുദോശയും കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ. ഒരു പ്രാവശ്യമെങ്കിലും ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് തേങ്ങാ ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാം, പക്ഷേ ഈ മീൻകറിയുടെ കൂടെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണിത്.